ദുഃഖം മനുഷ്യജീവിതത്തിലെ സ്വാഭാവികമായ ഒരു പ്രതികരണമാണത്. എങ്കിലും നീണ്ടു നിൽക്കുന്ന ദുഃഖവും കടുത്ത പിരിമുറുക്കവുമൊക്കെ ജീവിതം തന്നെ തകർക്കും, നമ്മെ രോഗിയാക്കുകയും ചെയ്യും. അതുകൊണ്ട് ദുഃഖം നമുക്കാവശ്യമില്ല, അത് നമ്മുടെ ലക്ഷ്യമല്ല, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖത്തിൽ നിന്നും വ്യസനത്തിൽ നിന്നുമൊക്കെ അള്ളാഹുവിൽ അഭയം തേടുകയും അതിൽ നിന്ന് രക്ഷ ചോദിക്കുകയും ഒക്കെ ചെയ്തത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, ദുഃഖത്തിൽ നിന്നും വ്യസനത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. അൽ ഹസൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടുള്ള ദുഃഖത്തിനാണ് അൽ ഹസൻ എന്ന് പറയുന്നത്. അൽ ഹമ്മ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെട്ട് അതിനെക്കുറിച്ച് ധാരാളമായി ചിന്തിച്ച് ദുഃഖത്തിലാകുന്നതിനാണ് അൽ ഹമ്മ് എന്ന് പറയുന്നത്. രണ്ടാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ്. നമുക്കതിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല, ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ദൈവവിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവനെക്കുറിച്ചുള്ള സ്മരണ നിലനിർത്തിക്കൊണ്ടും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ദുഃഖത്തിൽ നിന്ന് നാം രക്ഷപ്പെടേണ്ടത്.